താമരശ്ശേരി ചുരത്തിന് ബദലായി നിർമ്മിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം താമസിയാതെ തുടങ്ങും. തുരങ്കപാത യാഥാർത്ഥ്യമായാൽ വയനാടും കോഴിക്കോടും തമ്മിലുള്ള ദൂരം കുറയും. കർണാടകയിലേക്കുള്ള യാത്രയും എളുപ്പമാകും. എന്നാൽ പ്രകൃതി ദുരന്തത്തിൽ പകച്ചു നിൽക്കുന്ന വയനാട്ടിലെ ജനങ്ങൾ ആശങ്കയിലാണ്. തുരങ്കപാത വന്നു കയറുന്ന സ്ഥലത്തുനിന്ന് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച മുണ്ടക്കൈയിലേക്ക് 10 കിലോമീറ്ററിൽ താഴെയാണ് ദൂരം. അതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന പ്രദേശങ്ങളിലൊന്നാണിത്. പശ്ചിമഘട്ട മലനിരകളെ തുളച്ചുവേണം പാത യാഥാർത്ഥ്യമാക്കാൻ. അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള മേഖലയിൽ വൻകിട നിർമ്മാണങ്ങൾ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പഠന റിപ്പോർട്ടിലുണ്ട്. പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി നൽകിയത് നിബന്ധനകളോടെയാണ്. മല തുരക്കുന്നതിന് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം. പരിസ്ഥിതി നാശം ഒഴിവാക്കണം. വന്യജീവികളുടെയും ആദിവാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെയും പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ്, ടണൽ റോഡിന്റെ ഇരുഭാഗത്തും കാലാവസ്ഥാ നിരീക്ഷണ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക, ഭൂമിയുടെ ഘടനയനുസരിച്ച് ടണലിംഗ് രീതികൾ തെരഞ്ഞെടുക്കുക, 4 പേരടങ്ങുന്ന വിദഗ്ധ സമിതി രൂപവൽക്കരിക്കുക തുടങ്ങിയ വ്യവസ്ഥകളാണ് സമിതി മുന്നോട്ടുവച്ചിട്ടുള്ളത്. താമരശ്ശേരി ചുരത്തിനു ബദലായി ആനക്കാംപൊയിൽ മുതൽ വയനാട്ടിലെ കള്ളാടി വരെ എത്തുന്നതാണ് തുരങ്കപാത. യാത്രാ ദുരിതം കുറയ്ക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും മുതൽക്കൂട്ടാകുമെന്ന് പറയുമ്പോഴും ആശങ്കകൾ ഒഴിയുന്നില്ല. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.